ഹലോ അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാമാസ് കുക്ക് ബുക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ ഒരു വിശേഷങ്ങളായിട്ടാണ്. എൻ്റെ സുനുമ്മാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഡിസംബർ 16. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇത്രയും ലേറ്റ് ആയതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. അപ്പോൾ പിറ്റേന്ന് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ പറ്റിയിട്ടില്ല. വേറെയും വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇനി കുറച്ച് ദിവസത്തേക്ക് തിരക്ക് തന്നെയാണ്. കഴിയുന്നത്ര ശ്രമിച്ചിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ സുനുമാൻ്റെ ബർത്ത്ഡേ 4 വർഷത്തിന് ശേഷമാണ് നമ്മൾ നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് അവളുടെ 7ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ 2nd ബർത്ത്ഡേയും 3rd ബർത്ത്ഡേയും നാട്ടിലുണ്ടായിരുന്നു അവൾ. അപ്പം ആ സമയത്ത് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിരുന്നു. അപ്പം ഈ 7ാമത്തെ ബർത്ത്ഡേക്കും ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ അവൾ നാട്ടിൽ വരുന്നതിന് മുന്നേ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ചെയ്തിരുന്നു. അതിനുള്ള ക്ലോത്തൊക്കെ വാങ്ങി വെച്ചിരുന്നു. പക്ഷെ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പം മാത്രമല്ല അവളുടെ അളവും നോക്കണമല്ലോ. അവൾ ഒരു വർഷത്തിന് ശേഷമാണ് നാട്ടിൽ നിന്ന്. അപ്പം എന്തായാലും വളർന്നിട്ടുണ്ടാവും. അപ്പോൾ നാട്ടിൽ വന്നിട്ട് അളവെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുണികളൊക്കെ വാങ്ങി വെക്കുകയാണ് ചെയ്തത്. ബ്ലൂ കളറാണ് ഞാൻ വാങ്ങിയത്. ഒരുതരം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്രഷ് മെറ്റീരിയലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നെറ്റും ടോപ്പ് ലെയറായിട്ട് നെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് നെറ്റും വാങ്ങി. പിന്നെ ഒരു വെൽവെറ്റ് ടൈപ്പ് ഒരു ചെറിയ ബ്ലൂ കളർ തന്നെ വെൽവെറ്റ് ടൈപ്പ് ക്ലോത്തുമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ഗൗൺ അടിക്കാമെന്നാണ് വിചാരിച്ചത്. എങ്ങനെ അടിക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല മനസ്സിൽ. അപ്പം പെട്ടെന്ന് എന്താണോ തോന്നുന്നത് അതുപോലെ അടിക്കലാണ് ഞാൻ സാധാരണ. അങ്ങനെ എന്തെങ്കിലും അടിക്കുമ്പം ആദ്യമേ ഇന്ന പോലെ അടിക്കണം എന്നുള്ളൊരു പ്രിപ്പറേഷനൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ഒന്ന് തോന്നിയാൽ അങ്ങനെ അടിക്കലാണ്. ആ തോന്നിയാൽ പാടന്നെ മുറിച്ച് വെക്കണം, അല്ലെങ്കിൽ പിന്നെ ഐഡിയ മാറും. അതുകൊണ്ട് തന്നെ അപ്പോൾ തോന്നിയ പാടന്നെ ഞാൻ മുറിച്ച് വെച്ചു. ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഐഡിയ ഉണ്ടായിട്ടില്ല. അപ്പോൾ തുണി കണ്ടപ്പോൾ ഞാൻ വാങ്ങി വെച്ചു. ഞാൻ ആദ്യം ഒരു 1/4 മീറ്റർ തുണി 60 ഇഞ്ച് നീളത്തിലുള്ള 1/4 മീറ്റർ തുണിയായിരുന്നു വാങ്ങിയത്. പിന്നെ എനിക്ക് തോന്നി അത് മതിയാവില്ല എന്ന് വെച്ചിട്ട് പിന്നെയും 1/4 മീറ്റർ വാങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് വീതി കുറഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചത് ഇങ്ങനെ യോക്കിന് ഒരു പ്ലീറ്റ് കൊടുത്തിട്ടൊരു പീസ് വെക്കാമെന്നാണ്. അതുകൊണ്ട് തന്നെ 2 പീസ് എടുത്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് യോക്കിന് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ പ്ലീറ്റ് ഇടുമ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു തുണിയാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്ലീറ്റിൻ്റെ രീതിയിലൊന്ന് ആദ്യം അയൺ ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത്. ആദ്യം അയൺ ചെയ്തതിന് ശേഷം പ്ലീറ്റ് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തു. 3 ലെയറായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ വെച്ച് പിന്നെ ഒരു 4 വരിയാമറ്റും ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് യോക്ക് പീസിൻ്റെ മേലെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ കൈക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് മുറിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു 4 മീറ്റർ ആയിരുന്നു നെറ്റ് വാങ്ങിയിട്ടുണ്ടായത്. ബാക്കി 1 മീറ്റർ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ആ 3 മീറ്റർ എടുത്തതിൻ്റെ അതിൽ 30 ഇഞ്ച് ഇറക്കത്തിൽ സ്കേർട്ടിന് എടുത്തിട്ട് ബാക്കി 44 ഇഞ്ചിൻ്റെ നെറ്റായിരുന്നു. അപ്പോൾ ആ ഭാഗം ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ കൈ ഞാൻ ചെയ്തിട്ടുള്ളത് ആദ്യം ഒരു 15 ഇഞ്ച് നീളത്തിൽ കൈൻ്റെ പീസ് മുറിച്ചെടുത്തു. പിന്നെ ക്രഷ് മെറ്റീരിയലിൽ ആദ്യം ബോഡി ഭാഗത്തുള്ള പീസ് മുറിച്ചെടുത്തു. അത് ആം ഹോളും പിന്നെ കഴുത്തുമൊക്കെ മുറിച്ചിട്ട് വെച്ചു. അത് ഞാൻ 2 ലെയറാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്തായിരുന്നു ഇത്. അപ്പം ഒന്നിക്ക് ലൈനിങ് വെക്കണം. ഞാൻ പിന്നെ 2 പീസാക്കിയിട്ട് തന്നെ എടുത്തു. ലൈനിങ് വെക്കാതെ തന്നെ ഓരോ യോക്ക് പീസും 2 പീസ് മുറിച്ചിട്ട് ഒപ്പരം വെച്ചടിച്ചിട്ട് അങ്ങനെ കുറച്ചും കൂടി കട്ടി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇത് ബാക്ക് പീസാണ്. സിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിലോട്ട് കട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. ഇപ്പം ഫ്രണ്ട് പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ പ്ലീറ്റ് ഇട്ട് വെച്ച ആ ഒരു പീസ് ഫ്രണ്ടിൽ ഒന്നിങ്ങനെ വെച്ച് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 4 ഇഞ്ച് വീതിയിൽ കുറച്ച് പട്ടിയാണ്. അത് നെറ്റിൻ്റെ സ്കേർട്ടിൻ്റെ താൽഭാഗത്ത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ക്ലോത്തിൻ്റെ മേലാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ 3 മീറ്ററിന് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് പിടിപ്പിച്ചു.
വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് കാണിക്കുന്നത്. ഡീറ്റെയിലായിട്ട് കാണിക്കുമ്പം അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കായിരിക്കും കാണാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടാവുക. അപ്പോൾ എൻ്റേത് ചാനൽ എൻ്റെ കുക്കിംഗ് ചാനലാണല്ലോ, അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് കാണിക്കുന്നത്. പിന്നെ ഈ ഗൗണിൻ്റെ സ്ലീവ് ഞാൻ ചെയ്തിട്ടുള്ളത് പഫ് വെച്ചിട്ടാണ്. നെറ്റ് കൊണ്ട് തന്നെ പഫ് വെച്ച് നെറ്റ് കൊണ്ട് തന്നെ ആദ്യം സ്ലീവ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 15 ഇഞ്ചിൽ നീളത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ മുകളിൽ നമ്മൾ പഫ് വെച്ചിട്ട് നെറ്റ് കൊണ്ട് തന്നെ അടിക്കുകയാണ് ചെയ്തത്. ആദ്യം ഷോൾഡർ ഭാഗത്തെ പഫിന് ഞാൻ മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് പീസാണ് മുറിക്കുന്നത്. ഷോൾഡർ ഭാഗത്താകുമ്പം നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക, ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രമാണ് പഫ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കുഴിച്ച് മുറിച്ചിട്ട്, കുറച്ച് നീളത്തിലെടുത്തിട്ട് കുഴിച്ച് മുറിച്ചിട്ടാണ് എടുക്കുന്നത്. ബാക്കിയൊക്കെ നല്ല എന്താ പറയുക സ്ട്രെയിറ്റ് പീസാണ് എടുക്കുന്നത്. ഇതുപോലെ തോൾക്കുഴി കുറച്ച് കുഴിച്ച് മുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല പഫ് കിട്ടും. ഈ ഒരു പീസ് പഫ് വെച്ച് അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആദ്യം വെൽവെറ്റ് ടൈപ്പ് തുണി ഉണ്ടല്ലോ, അതിനൊരു പട്ടി വെച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല പഫായിട്ട് കിട്ടും. അതിനുശേഷം വേറെ ഒരു പീസ് വെച്ചടിച്ചു. അങ്ങനെ ഓരോ കൈക്കും 3 പീസാണ് ഈ വെൽവെറ്റ് ടൈപ്പ് വെച്ചടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടക്കാണ് ഞാൻ നെറ്റിനെ കൊണ്ട് പഫ് വെച്ച് കൊടുക്കുന്നത്. ആ പീസിൻ്റെ മേലെ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് അടിച്ചു വെക്കുന്നത്. സുനുമാക്ക് ഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഞാൻ കേക്കും ഉണ്ടാക്കിയിരുന്നു. കേക്ക് ഞാൻ 2 ടൈപ്പ് കേക്കാണ് ഉണ്ടാക്കിയത്. കാരണം അവൾ പറഞ്ഞ് ലേഡി ബഗ് തീമിലുള്ള കേക്ക് വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനാണെങ്കിൽ ഡ്രസ്സ് ബ്ലൂ കളർ ആദ്യമേ അവൾ നാട്ടിൽ വരുന്നതിന് മുന്നേ ക്ലോത്ത് എടുത്ത് വെക്കുകയും ചെയ്തിരുന്നു. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തീരുമാനിച്ചതാണല്ലോ. അപ്പം കേക്കും ഡ്രസ്സുമായിട്ട് തീരെ ഒരു മാച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്നോ വൈറ്റ് തീമിൽ ചെറിയൊരു കേക്കും കൂടി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇപ്പോൾ പ്ലേറ്റ് ഇട്ട് ഒരു പീസ് പ്ലേറ്റ് ഇട്ട് രണ്ടാമത്തെ പീസാണ് ഞാൻ ഇടുന്നത്. ഇപ്പോൾ മുഴുവനും പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ മുറിച്ച് വെച്ച കൈക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഉള്ളത് പ്ലേറ്റ് ഇട്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് വീതി കുറച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പ്ലേറ്റ് ഇട്ട നെറ്റ് കുറച്ച് പഫായിട്ട് നിൽക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ഈ പ്ലേറ്റ് ഇട്ട പീസ് 20 ഇഞ്ചുണ്ട്. നമ്മളെ കൈൻ്റെ പീസ് ആദ്യമേ മുറിച്ചത് 15 ഇഞ്ചിലാണ്. അപ്പോൾ അത് രണ്ടും കൂടി ഈക്വലായിട്ട് എടുക്കുമ്പോൾ നമ്മളിട്ട നെറ്റൊക്കെ ഒന്ന് പഫായിട്ട് നിൽക്കും. അപ്പോൾ ഈ വെൽവെറ്റ് പീസ് ഉണ്ടല്ലോ, അത് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ മൊത്തത്തിലൊരു പഫായിട്ട് നിൽക്കും. ഒരു 2-3 ടൈപ്പായിട്ട് പഫായിട്ട് നിൽക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ആ വെൽവെറ്റ് പീസ് ഒന്ന് അറ്റാച്ച് ചെയ്യണം നമ്മൾ അടിയിലത്തെ പീസിന്. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ ക്ലോത്ത് വെൽവെറ്റ് അല്ല, പക്ഷേ കാണാൻ വെൽവെറ്റ് പോലെ ഉണ്ടെങ്കിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണത്. അതിന് ഏകദേശം ഒരു മീറ്ററിന് 600 രൂപയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഒന്ന് ബാക്ക് ഭാഗത്ത് സിപ്പ് വെച്ച് കൊടുക്കണം. ഞാനിവിടെ 14 ഇഞ്ചിൻ്റെ സിപ്പാണ് വാങ്ങിയത്. 8 ഇഞ്ചിൻ്റെ വാങ്ങിയാൽ എത്തൂല, അതുകൊണ്ടാണ് 14 ഇഞ്ചിൻ്റെ വാങ്ങിയത്. എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്തിട്ട് കളയാൻ. ഞാനിവിടെ ഇൻവിസിബിളാണ് വാങ്ങിയിട്ടുള്ളത്. ഇൻവിസിബിൾ ഈ മെഷീൻ്റെ അകത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ അത് എങ്ങനെയെങ്കിലും പിടിപ്പിച്ചു. കാരണം ഇൻവിസിബിളാകുമ്പം ഇൻവിസിബിളായിട്ട് നിൽക്കണമല്ലോ. പക്ഷേ എന്നാലും വിസിബിളാണ്. ഈ മെഷീനിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വിസിബിളായിട്ട് തന്നെ ഉണ്ടാകുക. കുറച്ച് ഇൻവിസിബിൾ സിപ്പ് വെക്കാനുള്ള ഫൂട്ട് വേറെ തന്നെയാണ്. അപ്പം നമ്മൾ ഈ മെഷീനകത്ത് ആ ഫൂട്ട് മാറ്റിയിടാൻ വേണ്ടി കഴിയില്ല. അത് ടേബിൾ ടോപ്പ് മെഷീനകത്തൊക്കെ അത് മാറ്റിയിടാൻ വേണ്ടി പറ്റും. എനിക്ക് ഈ ഒരു
ഹൈ സ്പീഡ് മെഷീനിൽ അത് മാറ്റിയിടാൻ പറ്റില്ല, ഫുട്ട് മാറ്റിയിടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ 2 സൈഡും ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് സ്കേർട്ട് ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെറ്റ് പ്ലീറ്റ് ഇടുമ്പം കുറച്ച് എന്താ പറയുക, നല്ല പഫായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ സാധാരണ പ്ലീറ്റ് ഇടുന്നത് പോലെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നെറ്റ് നല്ല പഫായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് നൂല് വലിച്ചെടുത്തിട്ട് പ്ലീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. നെറ്റാകുമ്പോൾ അങ്ങനെ ചെയ്താലാണ് നല്ല ഭംഗി കിട്ടുക. ആ റണ്ണിങ് സ്റ്റിച്ചിൽ നിന്ന് ഇതുപോലെ നൂല് വലിച്ചെടുക്കുക. നൂല് വലിച്ചെടുക്കുമ്പം നല്ല എന്താ പറയുക, നല്ലൊരു പഫായിട്ട് നിൽക്കുന്ന ഒരു തരം പ്ലീറ്റ് കിട്ടും നമുക്ക്. നമുക്ക് എത്രയാണോ ബോഡി പാർട്ട് പീസ് പിന്നെ അളവ്, അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതുപോലെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് എളുപ്പത്തിൽ പണിയും കഴിയും. ഇതുപോലെ നൂല് വലിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. നൂല് വലിച്ച് പുറത്തേക്ക് പൊട്ടിച്ചെടുക്കരുത് കേട്ടോ, അങ്ങനെ തന്നെ വെക്കണം. നൂല് വലിച്ചിട്ട് അങ്ങനെ തന്നെ വെക്കണം. ഇനി നമുക്ക് ബോഡി പാർട്ടിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ബോഡി പാർട്ടിൻ്റെ മേലെ നമ്മൾ പ്ലീറ്റ് ഇട്ട് വെച്ച നെറ്റ് പിടിപ്പിച്ച് കൊടുത്ത് അതിന് ശേഷമാണ് പിന്നെ ക്രഷ് മെറ്റീരിയലും പിടിപ്പിച്ച് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ച് പ്ലീറ്റ് ഇട്ടിട്ട് തന്നെയാണ് അടിച്ചിട്ടുള്ളത്. രണ്ടും പ്ലീറ്റ് ഇട്ടിട്ട് വെച്ച് കൊടുക്കേണ്ടതായതുകൊണ്ട് രണ്ടും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല. ആദ്യം നെറ്റ് വെച്ച് കൊടുക്കുക, അതിന് ശേഷം മറ്റേ അടിയിലത്തെ പാർട്ടും കൂടി വെച്ച് കൊടുക്കുക. പിന്നെ വേറെ ലൈനിങ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. നെറ്റും അടിയിൽ വെച്ച ക്രഷ് മെറ്റീരിയൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. വേറെ അതിൻ്റെ അടിയിൽ ലൈനിങ്ങോ പിന്നെ സ്റ്റിഫ് നെറ്റോ ഒന്നും വെച്ചിട്ടുണ്ടായിട്ടില്ല. നെറ്റ് ഞാൻ ചെയ്ത പോലെ വെച്ചത് കൊണ്ട് തന്നെ നല്ല പഫായിട്ട് നിൽക്കുന്നുണ്ട് അതിന്. ഇപ്പോൾ ഡ്രസ്സ് റെഡിയായി, കറക്റ്റ് പാകത്തിന് എല്ലാം സ്റ്റിച്ചായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഡ്രസ്സിൻ്റെ അടിക്കുന്ന വിവരം അറിയാമെന്നല്ലാണ്ട് അവൾക്ക് ഡ്രസ്സ് കാണിച്ചു കൊടുത്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഏതാ ഡ്രസ്സ്, ഏതാ കളറ്, ബ്ലൂ കളർ എന്നറിയാമെന്നല്ലാതെ ഏതാ രീതിയിലുള്ള ഡ്രസ്സാണെന്ന് അറിയണ്ടായിട്ടില്ല. അപ്പോൾ ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മൂപ്പർക്ക്. കൈൻ്റെ പഫ് ഇതുപോലെ ഇടക്ക് ആ സ്ട്രൈപ്സ് വെച്ച് അടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ 3 പഫായിട്ട് നിൽക്കുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഡ്രസ്സ് ഇട്ടതിന് ശേഷം. അതുപോലെ തന്നെ കേക്കും സ്നോ വൈറ്റ് തീമിൽ കേക്ക് ഉണ്ടാക്കുന്നതും അവൾ അറിഞ്ഞിട്ടില്ല. അതും സർപ്രൈസായിട്ടാണ് കൊടുത്തത്. ഞാൻ 2 കേക്കും ട്രഫിളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ആദ്യം ലേഡി ബഗ് തീമിലുള്ള കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനതിന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തത് നല്ല മിൽക്ക് മീഡും പാലും കോഫിയും ഇത് 3 കൂടി തിളപ്പിച്ചിട്ടുള്ള ഒരു പിന്നെ സിറപ്പാണ് റെഡിയാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യുമ്പം. പഞ്ചസാര ഒന്നും ചേർത്തില്ല കേട്ടോ. മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് പിന്നെ ഒരു ടീസ്പൂണ് കോഫിയും ചേർത്ത്. അപ്പം നല്ല ടേസ്റ്റ്, ഒരു കോഫി ടേസ്റ്റ്. അപ്പം ട്രഫിളിന് നല്ലൊരു ചോക്ലേറ്റിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കുക കോഫീൻ്റെ ടേസ്റ്റും കൂടി വരുമ്പം. അപ്പോൾ കേക്ക് സോക്ക് ചെയ്തതിന് ശേഷം ഗനാഷ് ചേർത്തിട്ടുള്ള ക്രീം, ഫ്രഷ് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മേലെ ഗനാഷും കുറച്ച് നട്ട്സും ചോക്കോ ചിപ്സും ഇട്ടിട്ട് അതാണ് ഫില്ലിങ് കൊടുക്കുന്നത് കേട്ടോ. ഗനാഷ് 1:1 റേഷ്യോയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. 100 ഗ്രാം ചോക്ലേറ്റിന് 100 ഗ്രാം ഫ്രഷ് ക്രീം, ആ ഒരു രീതിയിലാണ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ചോക്കോ ചിപ്പും പിന്നെ നട്ട്സും ഇട്ട് കൊടുത്തു. അങ്ങനെ ഓരോ ലെയറും വെച്ചിട്ട് ഒരു കിലോൻ്റെ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. 6 ഇഞ്ചിൽ 1 കിലോൻ്റെ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 6 ലെയറാണ് ഉണ്ടായത്. അതായത് 1 കിലോൻ്റെ ബാറ്റർ ഞാൻ 6 ഇഞ്ച് ടിന്നിൽ 2 ടിന്നിലായിട്ട് വെച്ചു. അപ്പോൾ ഓരോ ടിന്നിലും 3 ലെയറായിട്ട് കട്ട് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് നല്ല ഉയരം കിട്ടും. അല്ലാതെ നമുക്ക് 6 ഇഞ്ചിൽ 1 ടിന്നിൽ 1 കിലോൻ്റെ ബാറ്റർ ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ കഴിയില്ല. അതാണ് ഞാൻ 2 പിന്നെ പാനിൽ എടുത്തിട്ടുള്ളത്, 2 പോർഷനാക്കിയിട്ട് ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ആദ്യം ഗനാഷ് ചേർത്ത ക്രീമിലാണ് ഞാൻ പിന്നെ ഫില്ലിങ്ങും ക്രം കോട്ടൊക്കെ കൊടുത്തത്. പിന്നെ വൈറ്റ് കളറിലാണ് അതിൻ്റെ ഫൈനൽ ഫ്രോസ്റ്റിംഗ് കൊടുത്തത്. വൈറ്റ് കളറിൽ തന്നെയാണ്, അതിന് കളറൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ലേഡി ബഗിൻ്റെ തീമിലാണ് ഉണ്ടാക്കിയത്. ലേഡി ബഗിൻ്റെ തീമിലാക്കുമ്പോൾ റെഡ് കളറൊക്കെ കൊടുക്കണം ഞാൻ, പക്ഷേങ്കിൽ അധികം കളറ് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ വൈറ്റിൽ ഉണ്ടാക്കി. എന്നിട്ട് ലേഡി ബഗിൻ്റെ തീമിലുള്ള ഫോട്ടോ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത്. ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യാനൊന്നും എനിക്ക് ടൈം ഉണ്ടായിട്ടില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. മറ്റുള്ള ജോലികളെല്ലാം ഇടക്ക് അതിൻ്റെ സ്റ്റിച്ച് ചെയ്യലും പിന്നെ വീട്ടിലെ ജോലി അതിൻ്റെ എല്ലാം ഇടക്കാണ് കേക്ക് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഫോട്ടോ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ 6 കപ്പ് കേക്ക് ഉണ്ടാക്കിയിരുന്നു. റെഡിൽ വൈറ്റ് ഡോട്ടുള്ള കപ്പ് കേക്കിൻ്റെ കപ്പ് വാങ്ങി എന്നിട്ട് അതിൽ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിനും ഒരു ഫില്ലിങ് കൊടുത്തു. ഗനാഷ് ആദ്യം കുറച്ച് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പിന്നെ ഇത് ഗനാഷ് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ ക്രീം ഫ്രോസ്റ്റ് ചെയ്യാണ് ചെയ്തത്, സ്ക്വീസ് ചെയ്താണ് ചെയ്തത്. ലേഡി ബഗിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് ഇതിൽ അതിനും ഡെക്കറേറ്റ് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ വേറൊരു കേക്ക് ഞാൻ സ്നോ വൈറ്റ് തീമിലാക്കാൻ വേണ്ടിയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വൈറ്റ്. എന്നിട്ട് അതിന് ബ്ലൂ കളർ ഗനാഷാണ് കൊടുത്തത്. തിരക്കിട്ട ജോലി ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വൃത്തിയിൽ ഇതിൻ്റെ ആ ഒരു ഫ്രോസ്റ്റിങ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഗനാഷിൻ്റെ ആ ഒരു ഫ്രോസ്റ്റിങ് പിന്നെ വൃത്തിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ലാസ്റ്റ് ടൈമിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിലൊന്നും ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ലേഡി ബഗ് തീമിലുള്ള കേക്കിന് ഞാൻ ആദ്യം ബോട്ടമിൽ ഒരു റിബൺ വെച്ച് കൊടുത്തു. അത് ഫോണ്ടൻ്റ് കൊണ്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നു, പക്ഷേ അതിന് ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ റിബൺ കൊണ്ട് ചെയ്ത് കൊടുത്തു. ഇനി സുനു എന്ന് എഴുതിയിട്ട് ഒരു ബാനർ റെഡിയാക്കി. അത് ഫോട്ടോ പ്രിൻ്റാണ് എടുത്തത്. പിന്നെ ലേഡി ബഗിൻ്റെ ലേഡിയും അങ്ങനെ 2, 3 പിന്നെ 7 അവൾ 7ാമത്തെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ 7 അതൊക്കെ ഫോട്ടോ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ബ്ലാക്ക് ഡോട്ട് മാത്രമേ ഞാൻ ഫോണ്ടറ്റിൽ ചെയ്തിട്ടുള്ളൂ. ഈ വൈറ്റിൽ ബ്ലാക്ക് ഡോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു പേപ്പർ സ്റ്റിക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത് കേക്കിൽ പേപ്പറാകുമ്പോൾ കേക്കിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് സോഗിയാവും, അതായത് വെറ്റാവുമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ അടിയിൽ പിന്നെ സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടാണ് കേക്കിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഡോട്ട് ഫോണ്ടൻറ്റിൽ വെച്ച് കൊടുത്തു. ഇതിൽ പിന്നെ വേറൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ സ്നോ വൈറ്റ് തീമിൽ ഈ ഒരു പിന്നെ ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് 2 ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഒന്ന് സ്നോ വൈറ്റിൻ്റെയും പിന്നെ ഒരു കാസിലിൻ്റെ പിക്ചറാണ് ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സിൽവർ ബോൾസും വെച്ചിട്ട് ആ കേക്ക് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ ഈ കേക്ക് കണ്ടപ്പോൾ മൂപ്പർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ് സ്നോ വൈറ്റ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരുടെ ഗിഫ്റ്റും കിട്ടിയവൾക്ക് 2 ടൈപ്പ് കേക്കും പിന്നെ ഡ്രസ്സൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു മൂപ്പർ. ഇതിൻ്റെയൊക്കെ കൂടെ ഞാൻ വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കിയിരുന്നു. രസ്മലായി ടബ് കേക്കാണ് ഉണ്ടാക്കിയത്. ഡ്രീം കേക്ക് പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ടബ് കേക്ക് എന്നതിന് പറയാം. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല ടേസ്റ്റുള്ളൊരു ടബ് കേക്കാണത്. അത് തീർന്നത് അറിഞ്ഞിട്ടില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സുനുമാൻ്റെ ബർത്ത്ഡേ പാർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക
അക്ഷമയോടെ കാത്തിരിക്കുകയാണ് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും അടുത്തെത്താൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക എന്നുള്ളു. മുറിക്കാൻ റെഡിയായിട്ട്. ചെറിയൊരു പാർട്ടിയായിരുന്നു വെച്ചിരുന്നത്. അങ്ങനെ കാര്യമായിട്ട് ആരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. നമ്മൾ അവളുടെ ഉപ്പാൻ്റെ ആൾക്കാരും ഞങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ വീഡിയോ എടുക്കാൻ നിന്നുകൊണ്ട് തന്നെ എൻ്റെ ഫോട്ടോ ഇതിൽ കാണില്ല, നിങ്ങൾ എൻ്റെ പിക്ചർ ഇതിൽ കാണില്ല. വീഡിയോ എടുക്കുന്ന ആൾ ഞാനാണല്ലോ. അപ്പോൾ ബാക്കി എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.